ഹലോ എവ്രിവൺ. റിബൽ റിച്ച് 2024 ഇറങ്ങിയ ഒരു അമേരിക്കൻ ആക്ഷൻ ത്രില്ലർ മൂവിയാണ് റിബൽ റിച്ച്. നായകന്റെ കയ്യിലുണ്ടായിരുന്ന പണം 2 പോലീസുകാർ ചേർന്ന് അപഹരിക്കുകയാണ്. എന്നാൽ അത് അവന്റെ കസിനെ ജാമ്യത്തിലെടുക്കാൻ കൊണ്ടുവന്ന പണമായിരുന്നു. നിയമവും നിയമസാധ്യതകളും എല്ലാം അവനെതിരാകുമ്പോൾ തന്റെ പണം തിരിച്ചു കിട്ടുവാനായിട്ട് നായകൻ സ്വയം ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഇടയിൽ നിറയെ ആക്ഷൻ സീക്വൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ മൂവി തുടങ്ങുന്നത് ഡയറക്റ്റ് ആയിട്ട് കഥയിലോട്ടാണ്. അപ്പോൾ ഒട്ടും പറഞ്ഞ സമയം കളയാതെ നമുക്ക് മൂവിയിലോട്ട് പോകാം. അതിനു മുന്നായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സിനിമയുടെ തുടക്കത്തിൽ കഥയിലെ നായകനായ ടെറി ഒരു സൈക്കിൾ യാത്രയിലാണ്. മൊബൈലിൽ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് ഒരു സ്ഥലത്തിലോട്ട് സൈക്കിൾ ചവിട്ടി പോവുകയാണ്. സൈക്കിൾ ചവിട്ടി പോകുന്നതിന്റെ ഇടയിൽ അയാളുടെ പിന്നിലായി ഒരു പോലീസ് വാഹനം വരുന്നു. അങ്ങനെ പാട്ടും കേട്ട് യാത്ര ചെയ്തിരുന്ന നമ്മുടെ നായകനെ ആ പോലീസ് വാഹനം ഇടിച്ച് താഴെയിടുന്നു. അയാൾ സൈക്കിളിൽ നിന്നും തെറിച്ച് താഴോട്ട് വീഴുന്നു. പോലീസ് വാഹനത്തിൽ നിന്നും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പുറത്തോട്ടിറങ്ങി ടെറിയുടെ അടുത്തേക്ക് ഒരു തോക്ക് ചൂണ്ടുവരുന്നു. ടെറിയോട് അനങ്ങാതെ നിലത്ത് കിടക്കുവാനായിട്ട് ആ പോലീസുകാരൻ ആവശ്യപ്പെട്ടു. എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ടെറി റോഡിൽ തന്നെ കിടന്നു. മറ്റൊരു പോലീസ് വാഹനം അവിടെ എത്തി. അതിൽ നിന്നും ഒരു പോലീസുകാരൻ തോക്കുമായിട്ട് ഇറങ്ങി ടെറിയുടെ അടുത്തോട്ട് വന്നു. അവർ ടെറിയെ ഹാൻഡ് കഫ് ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്തു. ആ കിടക്കുന്നത് നിന്റെ സ്വന്തം ബൈസൈക്കിൾ ആണോ എന്ന് പോലീസിൽ ഒരാൾ ടെറിയോട് ചോദിച്ചു. അതെ, അത് എന്റെ സ്വന്തം സൈക്കിളാണെന്ന് ടെറി മറുപടി പറഞ്ഞു. ഞങ്ങൾക്കൊരു സൈക്കിൾ മോഷണം പോയെന്ന പരാതി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നിന്നെ അത്ര വിശ്വാസം പോരാ എന്ന് ആ പോലീസുകാരൻ ടെറിയോട് പറഞ്ഞു. അങ്ങനെ ആ പോലീസുകാര് ടെറിയെ റോഡിൽ നിന്നും എഴുന്നേൽപ്പിച്ച് നിന്നെ ഞങ്ങൾക്കൊന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞ് കാറിന്റെ അടുത്തോട്ട് കൊണ്ടുപോവുകയാണ്. ടെറിയുടെ പാന്റിന്റെ പോക്കറ്റ് പരിശോധിച്ചപ്പോൾ അതിൽ നിന്നും അവന്റെ ID കാർഡ് കിട്ടുന്നു. അതൊന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് കൂടെയുള്ള പോലീസുകാരന് അത് കൈമാറുകയാണ്. ടെറിയുടെ ID കാർഡ് ചെക്ക് ചെയ്തപ്പോൾ ടെറിയുടെ പേരിൽ മറ്റ് കേസുകളൊന്നും ഇല്ല എന്ന് മനസ്സിലായി. നിന്റെ ബാഗ് കൂടി ഞങ്ങൾക്കൊന്ന് പരിശോധിക്കണം, അതിൽ എന്തെങ്കിലും ആയുധങ്ങൾ ഉണ്ടോ എന്ന് എനിക്ക് ചെക്ക് ചെയ്ത് നോക്കണമെന്ന് പോലീസുകാരൻ ടെറിയോട് പറഞ്ഞു. ടെറിയുടെ കയ്യിൽ ഒരു ടാറ്റു അടിച്ചിരിക്കുന്നത് പോലീസുകാരിൽ ഒരാൾ ശ്രദ്ധിക്കുന്നു. ഞാനൊരു എക്സ് മറൈൻ ഓഫീസറാണെന്നും ഇറാഖിൽ യുദ്ധത്തിനിടയിൽ ജീവൻ നഷ്ടപ്പെട്ട എന്റെ സുഹൃത്തുക്കളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്തതാണ് ഈ ടാറ്റു എന്നും ടെറി പറഞ്ഞു. അങ്ങനെ ടെറിയുടെ ബാഗ് പരിശോധിച്ചപ്പോൾ അതിൽ നിന്നും ഒരു കവർ പോലീസിന് കിട്ടി. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ആയുധമൊന്നും അല്ല എന്ന് പോലീസിനോട് ടെറി പറഞ്ഞു. ഞങ്ങളത് തുറന്നു നോക്കുന്നത് കൊണ്ട് സാറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പോലീസ് ടെറിയോട് ചോദിച്ചു. അപ്പോൾ തീർച്ചയായും അതിലെനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് ടെറി പോലീസിനോട് പറഞ്ഞു. ഓഹോ, അങ്ങനെയാണെങ്കിൽ K9 സ്ക്വാഡിനെ, അതായത് ഡോഗ് സ്ക്വാഡിനെ വിളിക്കാനായിട്ട് പോലീസ് കൂടെയുള്ള ആ മറ്റു ഉദ്യോഗസ്ഥനോട് പറഞ്ഞു. ടെറിയെ കാറിലിരുത്തിയതിനു ശേഷം പോലീസുകാരൻ അയാളോട് പറഞ്ഞു, നീ ഞങ്ങളോട് സഹകരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ആ കവറിൽ എന്താണെന്ന് നോക്കിയിട്ട് ഇല്ലീഗലായിട്ട് ഒന്നും കണ്ടില്ലെങ്കിൽ നിന്നെ വെറുതെ വിടാം. അല്ലെങ്കിൽ ഡോഗ് സ്ക്വാഡൊക്കെ വരാൻ ഇനി 45 മിനിറ്റോ 1 മണിക്കൂറൊക്കെ എടുക്കും. അതുവരെ നിനക്ക് കാറിനുള്ളിൽ ഇരിക്കേണ്ടി വരുമെന്നും പറഞ്ഞു. എനിക്കൊരു സ്ഥലം വരെ വേഗം പോകാനുള്ളതാണെന്നും അതുകൊണ്ട് നിങ്ങൾ തന്നെ ആ കവർ വേഗം തുറന്നു നോക്കിക്കോളൂ എന്ന് ടെറി പോലീസുകാരോട് പറഞ്ഞു. പോലീസുകാർ ആ കവർ തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് നിന്നും കുറച്ച് പണം കിട്ടുന്നു. ഏകദേശം 36,000 അമേരിക്കൻ ഡോളറാണ് ആ കവറിൽ ഉണ്ടായിരുന്നത്. ഇതിൽ കുറെ ക്യാഷ് ഉണ്ടല്ലോ ടെറിയെ, നീ ഡ്രഗ്സ് വല്ലതും വിറ്റിട്ടാണോ ഇത്രയും പണം ഉണ്ടാക്കിയത് എന്ന് പോലീസ് ടെറിയോട് ചോദിക്കുന്നു. അത് ലീഗൽ മണി ആണെന്നും എന്റെ കസിന് ജാമ്യം എടുക്കാനായിട്ട് കോർട്ട് ഹൗസിലോട്ട് കൊണ്ടുപോകാനുള്ളതാണെന്നും ടെറി പറഞ്ഞു. എന്തിനാണ് നിന്റെ കസിനെ പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് അവർ ചോദിക്കുന്നു. കുറച്ച് കഞ്ചാവ് കൈവശം വെച്ചതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തതാണ് സാറേ, പക്ഷേ അത് എവിടെയും വിൽക്കാൻ അവൻ ശ്രമിച്ചിട്ടില്ല എന്ന് ടെറി പോലീസിനോട് പറഞ്ഞു. ശരി, അങ്ങനെയാണെങ്കിൽ ട്രാഫിക് റൂൾസ് വയലേറ്റ് ചെയ്തതിൽ ചെറിയൊരു ഫൈൻ ഇട്ടിട്ട് നിന്നെ ഞങ്ങൾ വെറുതെ വിടാം. എന്നാൽ ആ പണം ഞങ്ങൾ കൈവശം വെക്കുകയാണ്, കാരണം അത് ഡ്രഗ് മണിയാണെന്ന് പോലീസ് ടെറിയോട് പറഞ്ഞു. നിനക്ക് 30 ദിവസം തരാം, അതിനുള്ളിൽ കുറച്ച് പേപ്പർ വർക്കുകൾ കൂടിയുണ്ട്, അത് കഴിഞ്ഞാലേ പണം തിരികെ കിട്ടുകയുള്ളൂ എന്ന് പോലീസ് പറഞ്ഞു. ഇത് കേട്ട് ടെറി അസ്വസ്ഥനായി. അങ്ങനെ പോലീസുകാർ ടെറിയുടെ ഹാൻഡ് കഫ് അഴിച്ചു കൊടുക്കുന്നു. നിനക്ക് പരിക്ക് വല്ലതും കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ ആംബുലൻസ് വിളിച്ചു തരാമെന്ന് അവർ പറഞ്ഞു. അത് കാര്യമില്ല, ഞാൻ ഓക്കെയാണെന്ന് ടെറി പറഞ്ഞു. അങ്ങനെ ടെറി അവിടെ നിർത്തിയിട്ട് പോലീസുകാർ അവരുടെ വഴിക്ക് പോയി. ടെറി തന്റെ സൈക്കിൾ എടുത്തുകൊണ്ട് കോർട്ട് ഹൗസിൽ എത്തുകയാണ്. കോർട്ട് ഹൗസിന് പുറത്ത് സൈക്കിൾ ലോക്ക് ചെയ്ത് വെച്ച് കോർട്ട് ഹൗസിനുള്ളിലോട്ട് കയറി പോകുന്നു. അവിടെയുള്ള ക്ലർക്കിനെ കാണാനാണ് ടെറി പോയത്. ടെറിയെ കണ്ട ക്ലർക്ക്, നിനക്ക് ഇതെന്തു പറ്റി, എവിടെ നിന്നാണ് പരിക്ക് പറ്റിയത് എന്ന് ചോദിച്ചു. ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ഒരു പോലീസ് വാഹനം എന്നെ ഇടിച്ചിട്ടു, കയ്യിലുണ്ടായിരുന്ന പണം അവർ ഡ്രഗ് മണിയാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയി. പണമില്ലാതെയാണോ കസിനെ ജാമ്യത്തിലെടുക്കാൻ വന്നിരിക്കുന്നത് എന്ന് ക്ലർക്ക് ടെറിയോട് ചോദിച്ചു. എന്റെ കയ്യിലെ പണം പോലീസുകാർ വന്ന് തട്ടിയെടുത്ത് കൊണ്ടുപോയതല്ലേ, നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയില്ലേ എന്ന് ടെറി ക്ലർക്കിനോട് ചോദിച്ചു. ക്ഷമിക്കണം, ഞങ്ങളുടെ പ്രവർത്തന സമയം കഴിഞ്ഞു, പിന്നെ കാണാമെന്ന് ക്ലർക്ക് പറയുന്നു. നിങ്ങൾ ഈ കാണിക്കുന്നത് വളരെ മോശമായൊരു കാര്യമാണ്. അവരുടെ കയ്യിൽ നിന്നും പണം കിട്ടാതെ ഞാൻ എങ്ങനെയാണ് എന്റെ കസിനെ ജാമ്യത്തിലെടുക്കുക എന്ന് ടെറി ചോദിച്ചു. അപ്പോൾ അവരുടെ അടുത്തേക്ക് ഒരു പെൺകുട്ടി വരുന്നു. ഞാൻ ഇദ്ദേഹവുമായി സംസാരിക്കാം,
താങ്കൾ പൊക്കോളൂ എന്ന് ക്ലർക്കിനോട് അവൾ പറയുന്നു. എന്റെ പേര് സമ്മർ, നമുക്കൊരു കോഫി കുടിച്ച് സംസാരിച്ചാലോ എന്ന് ടെറിയോട് ആ പെൺകുട്ടി പറയുന്നു. അങ്ങനെ ഒരു കോഫി ഷോപ്പിലോട്ട് പോയി അവർ കോഫി വാങ്ങിയിട്ട് ഒരു ടേബിളിൽ പോയി ഇരിക്കുന്നു. ടെറി തന്റെ കയ്യിലുള്ള ചാർജ് ഷീറ്റ് സമ്മറിന് കാണിച്ചു കൊടുക്കുന്നു. $36,000 എന്റെ കയ്യിൽ നിന്നും അവർ കൊണ്ടുപോയത്. ടെറി സമ്മറിനോട് പറഞ്ഞു, എന്റെ വാഹനം വിറ്റാണ് ഞാൻ ഇത്രയും പണം ഉണ്ടാക്കിയത്. അത് തിരിച്ചു കിട്ടാനായി നിങ്ങൾ എന്നെ സഹായിക്കുമോ എന്ന് സമ്മറിനോട് ടെറി ചോദിച്ചു. ക്ഷമിക്കണം, എനിക്കതിന് കഴിയില്ല. പക്ഷെ നിനക്ക് നിന്റെ പണം തിരികെ ലഭിക്കുന്നതുവരെ പോരാടാൻ കഴിയും, സമ്മർ ടെറിയോട് പറഞ്ഞു. പക്ഷെ നിനക്കത് കിട്ടാൻ കൂടിയത് 1 വർഷമെങ്കിലും എടുക്കുമെന്ന് അവൾ പറഞ്ഞു. അങ്ങനെ അവർ ഷോപ്പിൽ നിന്നും പുറത്തിറങ്ങുന്നു. നടന്നു പോകുന്നതിന്റെ ഇടയിൽ ടെറിയോട് അവന്റെ കസിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ സമ്മർ ചോദിച്ചറിയുന്നു. സമ്മറിനോട് പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് ടെറി സൈക്കിൾ എടുത്ത് അവിടെ നിന്ന് നടന്നു. ലിയോ എന്ന് പറയുന്ന ഒരാളുമായി ടെറി ഫോണിൽ സംസാരിക്കുകയാണ്. തനിക്ക് അർജന്റായിട്ട് കുറച്ച് പണം വേണമെന്ന് ടെറി ആവശ്യപ്പെടുന്നു. $10,000 പറ്റുമെങ്കിൽ എനിക്ക് അയച്ചു തരണമെന്ന് ടെറി ലിയോയിനോട് പറയുന്നു. അന്ന് രാത്രി ഫോണിൽ ഷെൽബി സ്പ്രിങ്സ് പോലീസ് സ്റ്റേഷൻ എവിടെയാണെന്ന് ടെറി തിരഞ്ഞു നോക്കുന്നു. പിറ്റേ ദിവസം ടെറി ഷെൽബി സ്പ്രിങ്സ് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു. അവിടെ വെച്ച് തന്റെ പണം മോഷണം പോയെന്ന പേരിൽ ഒരു പരാതി നൽകുന്നു. തന്റെ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് ചാർജിംഗ് കേബിൾ എടുത്തോട്ടെ എന്ന് അടുത്തിരുന്ന ഒരു പോലീസുകാരിയോട് ടെറി ചോദിക്കുന്നു. കുറ്റവാളിയെ കണ്ടാൽ എങ്ങനെ ഇരിക്കുമെന്ന് ആ പോലീസുകാരി ടെറിയോട് ചോദിച്ചു. ആൾ അത്യാവശ്യം വലിയൊരാളാണ്. വെളുത്ത നിറം, നീല കണ്ണുകൾ, ഏകദേശം 6 അടി 4 ഇഞ്ച് ഉയരം കാണും. നിനക്ക് നല്ല ഓർമ്മശക്തിയാണല്ലോ എന്ന് ആ പോലീസുകാരി ടെറിയോട് പറയുന്നു. ബാഡ്ജ് നമ്പറൊന്നും എനിക്ക് ഓർമ്മയില്ല, എന്നാൽ ലാസ്റ്റ് നെയിം എന്തോ മാർസ്റ്റോൺ എന്നാണെന്ന് ടെറി പറയുന്നു. ഇതിലെന്തോ സംശയം തോന്നിയ പോലീസുകാരി എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് എണീറ്റു പോകുന്നു. അവിടെ നിന്നിരുന്ന മറ്റൊരു പോലീസുകാരനോട് പോലീസുകാരി ഇക്കാര്യം പറയുന്നു. അയാൾ വന്ന് ടെറിയോട് പറയുവാണ്, നീ ഇപ്പോൾ തന്നെ ഇവിടെ നിന്നും പൊക്കോ, ഒരു കള്ള റിപ്പോർട്ടുമായി വന്നിരിക്കുകയാണല്ലേ നീ എന്ന്. അവിടെ വെച്ച് അവർ തമ്മിൽ ചെറിയൊരു വാക്കേറ്റം ഉണ്ടാകുന്നു. അപ്പോൾ ആ സ്റ്റേഷനിലെ സീനിയർ ഓഫീസറായിട്ടുള്ള സാൻഡി ബേൺ ടെറിയോട് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്നു. നിങ്ങൾ കള്ളത്തരം കാണിക്കുന്നതിൽ മിടുക്കനാണെന്ന് പറഞ്ഞ് ടേബിളിൽ ചാർജ് ചെയ്യാനായിട്ട് വെച്ചിരുന്ന ടെറിയുടെ ഫോൺ അയാൾ എടുത്ത് കാണിക്കുന്നു. ഇത്രയും നേരം ഫോൺ വോയിസ് റെക്കോർഡ് ചെയ്യാൻ വെച്ചത് ഞാൻ അറിഞ്ഞില്ല എന്നാണോ നീ വിചാരിച്ചത്? ഞങ്ങളുടെ ഓഫീസർമാരെ പറ്റി കുറ്റം പറയാതെ ഈ സ്റ്റേഷനിൽ നിന്നും വേഗം ഇറങ്ങിപ്പോകുവാനായിട്ട് ടെറിയോട് പറഞ്ഞു. എന്റെ കസിനെയെങ്കിലും കാണാൻ നിങ്ങൾ സമ്മതിക്കണമെന്ന് ടെറി അയാളോട് പറയുന്നു. നീ പോയി നിന്റെ പണി നോക്കടാ എന്ന് അയാൾ പറയുന്നു. ടെറി അവസാനമായിട്ടൊരു കാര്യം പറയുന്നു, ഞാൻ ഇനി കോടതിയിലോട്ട് പോകില്ല. നിങ്ങൾ പിടിച്ചെടുത്ത $36,000 നിന്നും $10,000 എനിക്ക് തന്ന് ബാക്കിയുള്ള $26,000 നിങ്ങൾ എടുത്തോളൂ. എനിക്ക് എന്റെ കസിനെ മാത്രം കണ്ടാൽ മതി. ഇത് കേട്ട സീനിയർ ഓഫീസർ, ഈ ഡീൽ എനിക്ക് ഓക്കെയാണെന്നും അടുത്ത തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിന്റെ കസിനെ നിനക്ക് കാണാമെന്നും പറയുന്നു. അങ്ങനെ പറഞ്ഞ പോലെ തിങ്കളാഴ്ച ദിവസം സൈക്കിൾ ചവിട്ടി ടെറി സ്റ്റേഷനിലോട്ട് എത്തുന്നു. എന്നാൽ നീ 3 മിനിറ്റ് ലേറ്റ് ആണെന്നും നിനക്ക് അവനെ കാണാൻ കഴിയില്ല എന്നും ആ ചീഫ് ഓഫീസർ ടെറിയോട് പറഞ്ഞു. ഇനിയുള്ള ഏക മാർഗം അവനെ കൊണ്ടുവന്ന ജയിൽ ബസ് ഇപ്പോൾ ഇവിടുന്ന് പോയിട്ടേയുള്ളൂ, വേഗം പോയാൽ കാണാമെന്നും പറയുന്നു. അങ്ങനെ സൈക്കിൾ സ്പീഡിൽ ചവിട്ടിയിട്ട് ടെറി ബസ്സിനെ പിന്തുടർന്നു പോയി. കാട്ടിലൂടെ ഒരു ഷോർട്ട് കട്ട് എടുത്തിട്ടാണ് അവൻ ബസ്സിന് പുറകിലെത്തുന്നത്. മൈക്ക് എന്നാണ് അവന്റെ കസിന്റെ പേര്. ബസ്സിന് അടുത്ത് എത്തിയ ടെറി മൈക്കിനെ വിളിക്കുന്നു. വിളി കേട്ട മൈക്ക്, ടെറി നീ എന്താ ഇവിടെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. നീ എത്രയും വേഗം ഒരു പ്രൊട്ടക്റ്റീവ് കസ്റ്റഡി റിക്വസ്റ്റ് ചെയ്യണം, ഞാൻ നിന്നെ എത്രയും വേഗം ജാമ്യത്തിലെടുക്കാമെന്ന് പറഞ്ഞിട്ട് ടെറി അവിടെ നിന്നും പോകുന്നു. ടെറി അവിടെ നിന്നും കോർട്ട് ഹൗസിൽ ചെന്നിട്ട് സമ്മറിനെ കാണുകയാണ്. ഇവിടെ നിന്ന് സംസാരിക്കേണ്ട, പുറത്തു വന്ന് സംസാരിക്കാമെന്ന് സമ്മർ പറയുന്നു. എനിക്ക് നിന്നെ സഹായിക്കണമെന്നുണ്ട്, എന്നാൽ എന്റെ ജോലി അത് ബാധിക്കാത്ത പോലെയാവണം. നീ എങ്ങോട്ട് വരുന്നത് പോലീസുകാർ കണ്ടാൽ അത് എനിക്കും പ്രശ്നമാണ്, സമ്മർ പറഞ്ഞു. അങ്ങനെ ടെറിയെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. ഈ സമയം പോലീസ് സ്റ്റേഷനിൽ ടെറിയുടെ സർവീസ് ബാക്ക്ഗ്രൗണ്ട് സംബന്ധിച്ച ഒരു റിപ്പോർട്ട് ഫാക്സ് ആയിട്ട് വരുന്നു. അതെടുത്ത് നോക്കിയ പോലീസ് ഓഫീസർക്ക് അതിൽ MCMAP എന്ന് എഴുതിയിരിക്കുന്നതായിട്ട് കാണുന്നു. ഇതെന്താ MCMAP? എവിടെയും കേട്ട് പരിചയമില്ലല്ലോ എന്ന് അവർ പറഞ്ഞു. ഇതിന്റെ ഫുൾ ഫോം എന്താണെന്ന് അറിയുവാനായിട്ട് അവരുടെ സീനിയർ ഓഫീസർ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുവാനായിട്ട് പറഞ്ഞു. കമ്പ്യൂട്ടറിൽ ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്യാൻ നോക്കിയപ്പോൾ വൈഫൈ ഓഫ് ആണെന്ന് ആ പോലീസുകാരി ശ്രദ്ധിച്ചു. വൈഫൈ ശരിയാക്കുവാൻ വേണ്ടി ആ പോലീസുകാരി വൈഫൈ മോഡം പരിശോധിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അവിടേക്ക് ടെറിയുടെ ഒരു മാസ് ഇൻട്രോയാണ്. അത് കണ്ട അവരുടെ സീനിയർ ഓഫീസർ, ഓ അവൻ വീണ്ടും വന്നു അല്ലേ, ഞാൻ അവനെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ടെറിയുടെ അടുത്തേക്ക് പോകുന്നു. എന്നാൽ അയാൾ അറിഞ്ഞിരുന്നില്ല അയാൾ പോകുന്നത് ഒരു സിംഹത്തിന്റെ മടയിലേക്കാണെന്ന്. അയാൾ പുറത്തിറങ്ങി ടെറിയുടെ അടുത്തെത്തി. നീ വീണ്ടും വന്നുവല്ലേ, ഇപ്പോൾ നിനക്ക് എന്താണ് വേണ്ടത്? നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്ന ഡീലിൽ എനിക്ക് താല്പര്യം തോന്നിയില്ല, അതുകൊണ്ട് നീ വന്ന വഴി വേഗം വിട്ടോ എന്ന് അയാൾ ടെറിയോട് പറഞ്ഞു. നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് എന്റെ കസിനെ കാണണം, അതിനൊരു പരിഹാരം കാണാതെ ഞാൻ ഇവിടെ നിന്നും പോകില്ല എന്ന് ടെറി പറഞ്ഞു.
നീ ഇനി കൂടുതൽ വായിട്ടടിച്ചാൽ നിന്നെ പിടിച്ച് ജയിലിലിടും. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഇവിടെ ജയിലില്ല. അയാളുടെ ഊള കോമഡി കേട്ട് ടെറി ചിരിക്കാതെ നിന്നു. ഈ സമയം MCMAPയുടെ ഫുൾ ഫോം ഗൂഗിളിൽ സെർച്ച് ചെയ്ത അവർ മനസ്സിലാക്കുകയാണ് MCMAP എന്നാൽ മറൈൻ കോപ്സ് മാർഷൽ ആർട്സ് പ്രോഗ്രാം ആണെന്ന്. അതായത് ടെറി മാർഷൽ ആർട്സിൽ ഒരു വിദഗ്ധനാണ്. 1-to-1 കോമ്പാക്ട് സിറ്റുവേഷനിൽ എങ്ങനെ എതിരാളിയെ നേരിടണം എന്ന് അയാൾക്കറിയാം. നീ വേഗം തന്നെ പുറത്തുപോയി അയാളെ എന്തെങ്കിലും ചെയ്യാനായിട്ട് ആ പോലീസുകാരി അവിടെയുള്ള പോലീസുകാരനോട് പറഞ്ഞു. അയാൾ ഇറങ്ങി ടെറിയുടെ അടുത്തേക്ക് പോയി. ഈ സമയം ടെറി ചീഫ് പോലീസിന്റെ ഗൺ അയാളുടെ കയ്യിൽ നിന്നും തട്ടിയെടുത്ത് അയാളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. പോലീസുകാരൻ അവിടെ വന്ന് ഗൺ പോയിന്റ് ചെയ്ത് ടെറിയോട് മര്യാദയ്ക്ക് നീ ഗൺ താഴെ വെച്ച് കീഴടങ്ങിക്കോ, അല്ലെങ്കിൽ നിന്നെ ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഇത് കേട്ട് ടെറി പേടിക്കുമെന്നാണ് അയാൾ ആദ്യം കരുതിയത്. എന്നാൽ ടെറി വേഗം തന്നെ പോലീസുകാരന്റെ കയ്യിലെ ഗൺ തട്ടിപ്പറിച്ച് അയാളെ മലർത്തി നിലത്തടിച്ചു വീഴ്ത്തി. ടെറി ഗണ്ണെടുത്ത് അവരോട് ഞാൻ പറയുന്നത് പോലെ അനുസരിക്കുവാനായിട്ട് പറഞ്ഞു. അവരോട് രണ്ടുപേരോടും സ്റ്റേഷനുള്ളിലോട്ട് കയറാൻ ടെറി ആവശ്യപ്പെട്ടു. അവർ സ്റ്റേഷന്റെ ഉള്ളിലോട്ട് കയറി. അവിടെ ഒരു റൂമിൽ അവർ രണ്ടുപേരെയും ഇരുത്തി. പെൺ പോലീസിനോട് നിന്റെ കയ്യിലുള്ള ഗൺ എനിക്ക് താ, എന്നിട്ട് അവരെ ചെയറിൽ ലോക്ക് ചെയ്യാനായിട്ട് ടെറി പറഞ്ഞു. പെൺ പോലീസ് അവരെ ലോക്ക് ചെയ്തു. അവളോട് ലോക്കറിന്റെ കീ എടുത്തോണ്ട് വരുവാൻ ടെറി പറഞ്ഞു. അങ്ങനെ അവൾ ലോക്കറിന്റെ താക്കോലെടുത്ത് കൊണ്ടുവന്നു. അവിടെയുള്ള ലോക്കർ തുറന്ന് ടെറിയുടെ കവർ താഴോട്ട് ഇട്ടുകൊടുത്തു. അതിൽ നിന്നും $10,000 എനിക്ക് താ, ബാക്കി $26,000 നിങ്ങൾ എടുക്ക് എന്ന് ടെറി അവരോട് പറഞ്ഞു. അങ്ങനെ $10,000 കയ്യിൽ പിടിച്ച് ടെറി സ്റ്റേഷനിൽ നിന്നും പുറത്തു പോകുവാൻ തയ്യാറായി. ആ പെൺപോലീസിനോട് എന്റെ കയ്യിൽ വിലങ്ങു വെച്ച പോലെ കാണിക്കാനായിട്ട് പറഞ്ഞു. ശേഷം ടെറിയും പോലീസുകാരിയും സ്റ്റേഷന് പുറത്തിറങ്ങി. ടെറിയെ പോലീസുകാരിലിരുത്തി ദൂരേക്ക് ഡ്രൈവ് ചെയ്തു പോകുന്നു. അങ്ങനെ ദൂരെ ഒരു സ്ഥലത്ത് കാർ ചെന്ന് നിർത്തി. ടെറി കാറിൽ നിന്നും ഇറങ്ങി കാറിന്റെ പിറകിൽ വെച്ചിരുന്ന അവന്റെ സൈക്കിൾ ചവിട്ടി കോർട്ട് ഹൗസിലോട്ട് പോയി. എന്നാൽ ടെറി കോർട്ട് ഹൗസിൽ എത്തുമ്പോഴേക്കും അവിടെ പോലീസ് എത്തിയിരുന്നു. അവിടെ പാർക്ക് ചെയ്തിരുന്ന ഒരു കാറിന്റെ സൈഡിലായിട്ട് അവൻ ഒളിച്ചു നിന്നു. പോലീസ് പോയ ശേഷം കോർട്ട് ഹൗസിലോട്ട് പോയി രജിസ്റ്ററിൽ അവന്റെ പേരും വിലാസവും എഴുതി കൊടുത്തു. വേഗം തന്നെ ടെറി ക്ലർക്കിന്റെ അടുത്ത് പോയി തന്റെ കയ്യിലുള്ള പണം അത്രയും ബെയിൽ കിട്ടാനായിട്ട് കൊടുക്കുന്നു. പെട്ടെന്ന് അവിടേക്ക് പോലീസ് വരുന്നു. അവർ ഒരു ഇലക്ട്രിക് ഗൺ ഉപയോഗിച്ച് ടെറിയെ ഷൂട്ട് ചെയ്തു. ടെറി ബോധം കെട്ടു വീണു. എന്നാൽ ഈ നടന്ന കാര്യങ്ങളെല്ലാം സമ്മർ അവളുടെ മൊബൈലിൽ പകർത്തി. അങ്ങനെ ടെറി കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഒരു പോലീസുകാരി അവനെ പരിശോധിക്കുകയാണ്. ഇലക്ട്രിക് ഗൺ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്തപ്പോൾ കാര്യമായിട്ട് വല്ലതും പറ്റിയോ എന്നാണ് അവൾ നോക്കുന്നത്. അവന് കുഴപ്പമൊന്നുമില്ല, അവൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഡ്രൈവിന് പോയാലോ എന്ന് അവിടെ നിന്നിരുന്ന പോലീസുകാരൻ ടെറിയോട് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും ഒരു കാറിൽ യാത്ര ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ എത്തി. അവിടെ നിന്നും ചീഫും അവരുടെ കൂടെ കാറിൽ കയറി. ഇതിൽ എന്തോ പന്തികേട് തോന്നിയ ടെറി നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചു. അവർ അങ്ങനെ ഒരു ബിൽഡിങ്ങിന് മുന്നിലായി കാർ നിർത്തി. ടെറിയും ചീഫ് ഓഫീസറും കൂടെയുള്ള പോലീസുകാരനും കാറിൽ നിന്നും ഇറങ്ങി. ടെറിയുടെ പൈസ അവന്റെ കാലിനടുത്തേക്ക് ചീഫ് ഇട്ടുകൊടുത്തു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് ടെറി ചോദിച്ചു. ഞാൻ പറയാം, അതിനു മുന്നായി നിന്റെ കൈവിലങ്ങുകൾ ഞങ്ങൾക്ക് അഴിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നീയൊന്ന് തിരിഞ്ഞു നിൽക്കണമെന്ന് ചീഫ് ടെറിയോട് പറഞ്ഞു. അങ്ങനെ ടെറി തിരിഞ്ഞു നിന്നു. ഹാൻഡ് കഫ് ചീഫ് പോലീസ് കട്ട് ചെയ്തു മാറ്റി. നമ്മളിപ്പോൾ നിൽക്കുന്നത് സമാരിറ്റൻ ഹോസ്പിറ്റൽ സെന്ററിലാണ്. നിന്റെ കസിൻ ഇപ്പോൾ ഇവിടെ ചികിത്സയിലാണ്. അവന്റെ കാര്യം ഇച്ചിരി കഷ്ടത്തിലാണ്, ചീഫ് പറഞ്ഞു. അവനിപ്പോ ജീവനുണ്ടോ? ടെറി ചോദിച്ചു. അവന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് എനിക്കറിയില്ല. അവൻ ആക്രമിക്കപ്പെട്ടു എന്ന് മാത്രം എനിക്കറിയാം. അവന്റെ ശരീരത്ത് പല ഭാഗത്തായി കത്തികൊണ്ട് കുത്തേൽക്കപ്പെട്ടിട്ടുണ്ട്. ഇത് കേട്ട ടെറി സങ്കടത്താൽ രോഷാകുലനായി. നിന്റെ കസിനെ അവസാനമായി വേണമെങ്കിൽ ഒന്ന് കണ്ടിട്ട് വരാൻ ചീഫ് ടെറിയോട് പറഞ്ഞു. സങ്കടം അടക്കാൻ കഴിയാതെ ടെറി മൈക്ക് കിടന്നിരുന്ന മുറിയിലോട്ട് പോയി അവന്റെ കയ്യിൽ പിടിച്ച് അടുത്തിരുന്നു. അവിടെ വന്ന ഡോക്ടർ പറഞ്ഞു, അവൻ ഇതുവരെ ബോധം വന്നിട്ടില്ല. ഞങ്ങൾ കഴിയുന്നതിന്റെ പരമാവധി ചെയ്യുന്നുണ്ട്. ബാക്കി വിവരങ്ങൾ നിങ്ങൾ പോലീസുകാരനോട് ചോദിച്ചോളൂ എന്ന് അയാൾ പറഞ്ഞു. മൈക്കിന്റെ കയ്യിലുണ്ടായിരുന്ന നെയിം ബാറ്റ് ടെറി അഴിക്കുന്നു. സങ്കടം സഹിക്കാനാകാതെ ടെറി മൈക്കിന്റെ നെഞ്ചിൽ കൈവച്ച് പൊട്ടിക്കരഞ്ഞു. അന്ന് വൈകിട്ട് ടെറി സമ്മറിനെ പോയി കാണുന്നു. അവർ രണ്ടുപേരും കാറിൽ യാത്ര ചെയ്യുന്നതിന്റെ ഇടയിൽ സമ്മർ ബെയിൽ റിപ്പോർട്ട് ടെറിക്ക് നൽകുന്നു. എനിക്ക് മൈക്കിന്റെ മരണത്തിൽ സംശയമുണ്ട്. ആരോ മൈക്കിനെ ജയിലിൽ വെച്ച് കൊല്ലുവാൻ പ്ലാനിട്ട പോലെയുണ്ടെന്ന് സമ്മർ പറഞ്ഞു. ഞാൻ ഇവിടെ വന്നത് എന്റെ കസിനെ ജാമ്യത്തിലെടുക്കാനാണ്. എന്നാൽ അവസാനം എന്താണ് സംഭവിച്ചതെന്ന് നീ കണ്ടില്ലേ? നമ്മുടെ കാറിന് പിറകിൽ ഒരു പോലീസ് വാഹനം പിന്തുടരുന്നത് നീ ശ്രദ്ധിച്ചില്ലേ? ഞാനിപ്പോൾ പോലീസിന് ഒരു തലവേദനയാണ്. നീ വായി തുറക്കാതെ വാഹനം ഓടിച്ചാൽ മതി എന്ന് ടെറി സമ്മറിനോട് പറഞ്ഞു. അന്ന് രാത്രി സമ്മർ ടെറിയെ ഒരു വീട്ടിൽ കൊണ്ടുവിടുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാമെന്ന് സമ്മർ ടെറിയോട് പറഞ്ഞ് അവർ കൈകൊടുത്ത് പിരിഞ്ഞു. അവിടെ വെച്ച് ടെറി ഒരാളെ പരിചയപ്പെടുന്നു.
എന്നാൽ അത് ആരാണെന്നോ അയാളുടെ ഉദ്ദേശം എന്താണെന്നോ പറയുന്നില്ല. അന്ന് രാത്രി സമ്മറിന്റെ വീട്ടിൽ ആരോ നടക്കുന്ന ശബ്ദം കേട്ട് സമ്മർ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റു. മുറിയിൽ വെളിച്ചം കണ്ട അവൾ അങ്ങോട്ട് പതുക്കെ നടന്നുപോയി. എന്നാൽ അങ്ങോട്ട് നടന്നു പോകുന്നതിന്റെ ഇടയിൽ എന്തോ അവശത തോന്നിയ അവൾ വാഷ്റൂമിലെ ലൈറ്റ് ഓൺ ചെയ്തപ്പോൾ വാഷിംഗ് സിങ്കിൽ ഒരു സിറിഞ്ച് കിടക്കുന്നത് കാണുന്നു. അതിൽ ചോരയുമുള്ളത് അവൾ ശ്രദ്ധിക്കുന്നു. വേഗം അവളുടെ ശരീരം ചെക്ക് ചെയ്തപ്പോൾ അവളുടെ ഇടത് കൈയിൽ സിറിഞ്ച് കുത്തിയ പാട് അവൾ കണ്ടു. അങ്ങനെ അവശതയിൽ അവൾ നടന്ന് വീടിന്റെ ഫ്രണ്ട് ഡോറിനടുത്തെത്തുന്നു. അപ്പോൾ അവിടെ വീടിന്റെ ഫ്രണ്ട് ഡോർ തുറന്നിരിക്കുന്നതായിട്ട് അവൾ കണ്ടു. അതടച്ച് വേഗം പോയി ഫോൺ എടുത്ത് എമർജൻസി നമ്പറിലോട്ട് വിളിക്കാനായിട്ട് നോക്കുന്നതിനിടയിൽ ഫ്രിഡ്ജിന്റെ പുറത്തായിട്ട് ഷെൽബി സ്പ്രിങ്സ് പോലീസ് സ്റ്റേഷന്റെ ഒരു കാറിന്റെ സ്റ്റിക്കർ കാണുന്നു. പോലീസുകാരാണ് തന്നെ കൊല്ലാനായി ശ്രമിച്ചതെന്ന് സമ്മറിന് മനസ്സിലായി. അവൾ ഉടനെ ബാഗിൽ നിന്നും ടെറിയുടെ നമ്പർ എടുത്ത് ടെറിയെ വിളിക്കുന്നു. ഞാനൊരു വലിയ പ്രശ്നത്തിലാണെന്നും നീ ഉടനെ വരണമെന്നും സമ്മർ ടെറിയോട് പറഞ്ഞു. ഇത് കേട്ട ടെറി വേഗം തന്നെ ട്രക്ക് എടുത്ത് സമ്മറിന്റെ വീട്ടിലോട്ട് തിരിച്ചു. ടെറി വീട്ടിൽ വന്ന് നോക്കുമ്പോൾ സമ്മർ ബാത്തിങ് ടബിൽ കിടക്കുന്നതാണ് കാണുന്നത്. തനിക്ക് കുഴപ്പമില്ല എന്ന് അവൾ പറഞ്ഞു. അങ്ങനെ സമ്മർ കട്ടിലിരുന്ന് ടെറിയോട് പറഞ്ഞു, ആ പോലീസുകാരാണ് ഇതിന് കാരണം. മൈക്കിനെയും നിന്നെയും സഹായിച്ചതിനുള്ള പ്രതിഫലമാണിത്. നിന്റെ ശരീരത്ത് അവരെന്താണ് കുത്തിവെച്ചത്? ഡ്രഗ്സ് വല്ലതുമാണോ? ടെറി സമ്മറിനോട് ചോദിച്ചു. അതറിയില്ല, പക്ഷെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ കാരണം പറഞ്ഞ് എനിക്ക് ജോലിക്ക് പോകാതിരിക്കാൻ കഴിയില്ല, സമ്മർ പറഞ്ഞു. ഈ വീട്ടിൽ നീ ഒറ്റയ്ക്കാണോ? വേറെ ആരുമില്ലേ? ടെറി ചോദിച്ചു. ഞാൻ ഭർത്താവുമായി വേർപിരിഞ്ഞു. എന്റെ മകൾ അയാളുടെ കൂടെയാണ്. അവളെ എനിക്ക് കാണണമെങ്കിൽ ഈ ജോലി തീർച്ചയായും എനിക്ക് വേണം. ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ഞാൻ ജോലിക്ക് പൊക്കോളാമെന്ന് പറഞ്ഞ് സമ്മർ ജോലിക്ക് പോകുവാൻ റെഡിയായി. മൈക്കിന് സംഭവിച്ചത് ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് അവൾ ടെറിയോട് പറഞ്ഞു. അങ്ങനെ അവൾ അവിടെ നിന്നും പോയി. കോർട്ട് ഹൗസിൽ എത്തിയ സമ്മറിനോട് ഗവർണറിനെ പോയി കാണുവാനായിട്ട് സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞു. ഗവർണറിനെ പോയി കണ്ട സമ്മറിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതായിട്ട് അറിയിക്കുന്നു. അതിന്റെ വിഷമത്തിൽ സമ്മർ ബാത്റൂമിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. ഈ സമയം സമ്മറിന്റെ വീട്ടിൽ നിന്നും തിരികെ പോകുന്ന വഴിയിൽ ടെറിയുടെ വാഹനത്തെ ഒരു പോലീസുകാർ പിന്തുടർന്നു. ടെറിയോട് റോഡിന്റെ ഒരു വശത്തായിട്ട് വാഹനം നിർത്തുവാനായിട്ട് ആ പോലീസുകാരൻ ആവശ്യപ്പെട്ടു. വാഹനം നിർത്തി ടെറി നോക്കുമ്പോൾ അവന്റെ വാഹനത്തിന്റെ മുന്നിലായും പിന്നിലായും മറ്റ് പോലീസ് വാഹനങ്ങൾ നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ഇതൊരു ട്രാപ്പാണെന്ന് ടെറിക്ക് മനസ്സിലായി. പോലീസുകാരൻ പതിയെ ടെറിയുടെ അടുത്തേക്ക് വന്നു. നീ ഒരു ഭാഗ്യവാൻ തന്നെ. സ്റ്റേഷനിൽ അത്രയും പേര് നോക്കി നിൽക്കെ നീ അവിടെ നിന്നും കൂളായിട്ട് ഇറങ്ങിപ്പോയില്ലേ? അന്ന് നിന്നെ പിടിക്കാൻ ഞങ്ങൾക്കായില്ല. എന്നാൽ ഇപ്പോൾ ഞങ്ങളുടെ കാറിന്റെ ഡാഷ് ക്യാമിൽ ഇതെല്ലാം റെക്കോർഡാകുന്നുണ്ട്. നിന്റെ വണ്ടിയിൽ നിന്നും ലൈസൻസ് ഇല്ലാത്ത ഒരു ഗണ്ണ് ഇരിക്കുന്നത് ഞാൻ കണ്ടു. അതെടുത്ത് നീ എന്നെ ഷൂട്ട് ചെയ്യാൻ നോക്കി. ഇങ്ങനെയൊരു കള്ളക്കഥയുണ്ടാക്കി നിന്നെ ഞാൻ പൂട്ടുമെന്ന് ആ പോലീസുകാരൻ ടെറിയോട് പറഞ്ഞു. ഇങ്ങനൊരു കള്ളക്കഥയുണ്ടാക്കി നിന്നെ ഞാൻ പൂട്ടുമെന്ന് പറഞ്ഞ് ഒരു ഗണ്ണെടുത്ത് ടെറിയുടെ വണ്ടിക്കുള്ളിൽ ഇട്ടുകൊണ്ട് ആ പോലീസുകാരൻ തന്റെ ഗണ്ണുപയോഗിച്ച് ടെറിയെ ഷൂട്ട് ചെയ്യുന്നു. അതിലൊരു ബുള്ളറ്റ് ടെറിയുടെ ഷോൾഡറിൽ തറച്ചു കയറുന്നു. അപകടം മനസ്സിലാക്കിയ ടെറി അതിൽ നിന്നും ഒഴിഞ്ഞുമാറി ഗണ്ണ് തട്ടിമാറ്റിയിട്ട് അയാളുടെ കൈവശമുണ്ടായിരുന്ന ഇലക്ട്രിക് ഗൺ ഉപയോഗിച്ച് അയാളെ ഷൂട്ട് ചെയ്ത് നിലത്തിടുന്നു. ഇത് കണ്ട് മറ്റു പോലീസുകാർ ടെറിയെ ഷൂട്ട് ചെയ്യാനായിട്ട് ഓടിവരുന്നു. ടെറി വേഗം വാഹനത്തിൽ കയറി വെടിവെപ്പിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അങ്ങനെ ടെറി അവിടെ നിന്നും രക്ഷപ്പെടുന്നു. അവിടെ നിന്നും രക്ഷപ്പെട്ട ടെറി നേരെ ഒരു പാലത്തിന്റെ അടിയിൽ വന്ന് നിൽക്കുന്നു. കാറിൽ നിന്നും ഇറങ്ങി അവിടെയുള്ള ഒരു ഇരുമ്പ് പാലത്തിന്റെ മുകളിലോട്ട് കയറിയിട്ട് ആ വഴിയിലൂടെ നടന്നു പോകുന്നു. ടെറി ഇപ്പോൾ വളരെ ക്ഷീണിതനാണ്. അവനൊരു കാട്ടിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ സമ്മർ അവനെ വിളിക്കുന്നു. നീ എവിടെയാണ്? വേഗം എനിക്ക് നിന്നെ കാണണമെന്ന് സമ്മർ ടെറിയോട് പറഞ്ഞു. ഞാൻ അടുത്തുള്ള ഒരു ഹോട്ടലിൽ കാണും. എന്റെ ഒരു കൂട്ടുകാരൻ അവിടെയുണ്ട്. അവൻ നിന്നെ എന്റെ അടുത്തേക്ക് എത്തിക്കുമെന്ന് ടെറി സമ്മറിനോട് പറഞ്ഞു. അങ്ങനെ സമ്മർ ടെറി പറഞ്ഞ പോലെ ഹോട്ടലിൽ എത്തുന്നു. അവിടെയുള്ളൊരു പയ്യൻ സമ്മറിനെ ഹോട്ടലിലുള്ള ഒരു മുറിയിൽ കൊണ്ടെത്തിക്കുന്നു. അവിടെ വെച്ച് സമ്മർ ടെറിയെ കാണുന്നു. ടെറിയുടെ ഷോൾഡറിലും പുറത്തും പരിക്ക് പറ്റിയിരുന്നു. അവിടെയുള്ള ഡോക്ടർ ലിയു ടെറിയുടെ പുറത്ത് കയറിയിട്ടുള്ള ഒരു ബുള്ളറ്റ് റിമൂവ് ചെയ്ത് കൊടുക്കുന്നു. ടെറി ഡോക്ടർ ലിയുവിനെ സമ്മറിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ലിയു ഒരു ഫീൽഡ് മെഡിക്കൽ ഡോക്ടറായിരുന്നു. ഇയാൾ അമേരിക്കക്കാരൻ അല്ല, ചൈനീസുകാരനാണെന്ന് ടെറി പറയുന്നു. അങ്ങനെ ലിയു ടെറിക്ക് കഴിക്കാനായിട്ട് ഭക്ഷണം എടുത്തു കൊടുത്ത് അവിടെ നിന്നും പോയി. നിനക്ക് ദാഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കോക്കനട്ട് വാട്ടർ വാങ്ങിയിട്ടുണ്ട്, അത് തരാമെന്ന് സമ്മർ പറഞ്ഞു. വേണ്ട എന്ന് ടെറി മറുപടി പറയുന്നു. ടെറി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ സമ്മർ തന്റെ ജോലി പോയ കാര്യം പറയുന്നു. ആ പോലീസുകാർ കാണിക്കുന്നത് ചെറ്റത്തരമാണ്. നിന്നെ എന്തിനാ അവർ കൊല്ലാൻ നോക്കിയത്? അവർക്കിത് അവരുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. നമുക്കും ഇപ്പോൾ അങ്ങനെ തന്നെയാണ്. ആ കഴിവേറി പോലീസുകാരെ കൊല്ലാതെ മൈക്കിന് ആത്മശാന്തി ലഭിക്കില്ല എന്ന് ടെറി പറഞ്ഞു. അങ്ങനെ അവർ ഹോട്ടലിന് പുറത്തിറങ്ങി കാറിൽ കയറി ഒരാളെ കാണാനായിട്ട് പോവുകയാണ്. അവർ നേരെ കാണാൻ പോയത് ക്ലർക്കിന്റെ അടുത്തേക്കായിരുന്നു. ഏലിയറ്റ് എന്നാണ് അയാളുടെ പേര്. അവിടെ വെച്ച് സമ്മർ ഏലിയറ്റിനോട്
പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന അഴിമതികളെക്കുറിച്ച് പറയുന്നു. നിങ്ങൾക്കും ഇതിൽ പങ്കുണ്ടോ? സമ്മർ ചോദിച്ചു. എന്നാൽ കൂടുതലൊന്നും പറയാൻ അയാൾ തയ്യാറായില്ല. അവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറത്തു വന്നാൽ അയാളുടെ പണിയും പോകും എന്ന പേടി കാരണമായിരിക്കാം അയാളൊന്നും പറയാതിരുന്നതും. ഗവർണറിനോട് ചോദിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുമെന്ന് എലിയറ്റ് സമ്മറിനോട് പറഞ്ഞു. അങ്ങനെ ടെറിയും സമ്മറും ഗവർണറിനെ കാണാൻ പോകുന്നു. ടെറി ഒരു മുഖംമൂടിയിട്ടാണ് ഗവർണറിനെ കാണാൻ പോയത്. ടെറിയെ കണ്ട ഗവർണർ കള്ളനാണോ എന്ന് ആദ്യം സംശയിച്ചു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം, ടെറി ഗവർണറിനോട് പറഞ്ഞു. ടെറിയെ കണ്ട ഗവർണർക്ക് അവനെ ആദ്യം മനസ്സിലായില്ല. മുഖംമൂടി അഴിച്ച് ടെറി മരിച്ചുപോയ മൈക്ക് എന്റെ കസിനാണെന്ന് പറയുന്നു. അപ്പോൾ അങ്ങോട്ട് സമ്മർ വരുന്നു. ഇന്ന് ഞാൻ നിന്നെ രക്ഷിക്കാനാണ് ശ്രമിച്ചതെന്ന് അയാൾ സമ്മറിനോട് പറഞ്ഞു. എനിക്കൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഞാൻ മൈക്കിന്റെ ജാമ്യത്തിന് വേണ്ടി കൊണ്ടുവന്ന പണം എങ്ങനെയാണ് ഇല്ലീഗൽ മണിയാകുന്നത്? നിങ്ങൾ ആ പണം വെച്ച് എന്താണ് ചെയ്യുന്നത്? ടെറി ചോദിച്ചു. ഇവിടെ ഓരോരുത്തർക്കും അവരവരുടെ കാര്യങ്ങളുണ്ട്, അതൊന്നും ഞാൻ ചോദിക്കാറില്ല എന്ന് അയാൾ ടെറിയോട് മറുപടി പറഞ്ഞു. നിങ്ങൾ എന്തിനാണ് മൈക്കിനെ 90 ദിവസം റിട്ടൻഷൻ പീരീഡിൽ വെക്കാൻ നിയമിച്ചത് എന്ന് ടെറി ചോദിക്കുന്നു. അതിലെന്തെങ്കിലും ദുരൂഹതയുണ്ടോ? അപ്പോഴാണ് സമ്മറിന് ഒരു കാര്യം മനസ്സിലാകുന്നത്. മൈക്കിനെ അറസ്റ്റ് ചെയ്തതിന്റെ ഡാഷ് ക്യാം ഫുട്ടേജ് പോലീസുകാരുടെ കൈവശമുണ്ട്. അതിലെന്തോ ഉള്ളതുകൊണ്ടാകാം മൈക്കിനെ പിടിച്ചവർ 90 ദിവസം കസ്റ്റഡിയിലിട്ടതും. കാരണം 90 ദിവസത്തിനുള്ളിൽ മറ്റൊന്നും സംഭവിച്ചില്ലെങ്കിൽ ആ ഫുട്ടേജ് ഡിലീറ്റ് ആക്കി കളയും. എന്താണ് മൈക്കിന്റെ വീഡിയോയിലുള്ളത്? ടെറി അയാളോട് ചോദിച്ചു. എനിക്കറിയില്ല എന്ന് അയാൾ മറുപടി പറഞ്ഞു. എന്നാൽ നിങ്ങളത് പറയും, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. അയാളുടെ കൈകൾ രണ്ടും ഒരു ടേപ്പ് ഉപയോഗിച്ച് കെട്ടിമുറുക്കി അയാളുടെ സ്ലീപ്പിംഗ് പില്ലെടുത്ത് അതിൽ നിന്നും ഒരെണ്ണം എടുത്ത് കഴിക്കാനായിട്ട് പറഞ്ഞു. വേണ്ട, ഞാൻ കഴിച്ചതാണെന്ന് അയാൾ പറഞ്ഞു. എന്നാൽ അവർ ഗവർണറിന് പില്ല് കൊടുത്ത് ബോധം കെടുത്തുന്നു. പ്രായമായതുകൊണ്ട് ഡോസ് തലയ്ക്കടിച്ച് അയാൾ സീരിയസ് കണ്ടീഷനിലാകുന്നു. ടെറിയും സമ്മറും അവിടെ നിന്നും ഇറങ്ങി. മൈക്കിന്റെ വീഡിയോ ഫുട്ടേജ് ഒരു ഹാർഡ് ഡ്രൈവിലാണുള്ളത്. അതെവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് ടെറി സമ്മറിനോട് ചോദിച്ചു. കോർട്ട് ഹൗസിന്റെ ബേസ്മെന്റിലാണ് അതുള്ളത്. പക്ഷേ അവിടെ അലാറം സിസ്റ്റമുണ്ട്. സൂക്ഷിച്ചു വേണം അവിടെ എത്താനായിട്ട്. അങ്ങനെ അവർ കോർട്ട് ഹൗസിന്റെ ബേസ്മെന്റിലെത്തുന്നു. അവിടെ ഒരു സ്റ്റോർ റൂമിലാണ് ഡ്രൈവേഴ്സ് ഇരിക്കുന്നത്. അവർ അങ്ങോട്ടിറങ്ങി സ്റ്റോർ റൂം എവിടെയാണെന്ന് തപ്പി നടക്കുന്നു. നടന്നു പോകുന്നതിന്റെ ഇടയിൽ ഒരു കാര്യം അവർ മനസ്സിലാക്കുന്നു. അതായത് ഇവർ നടക്കുന്ന വഴിയിൽ പെട്രോൾ ഒഴിച്ചു വെച്ചിരിക്കുകയാണ്. അത് നേരെ പോകുന്നതോ സ്റ്റോർ റൂമിലോട്ടും. പോലീസുകാർ ഇവർ ഹാർഡ് ഡ്രൈവ് മോഷ്ടിക്കാനായിട്ട് എത്തും എന്ന വിവരം നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് സ്റ്റോർ റൂം നശിപ്പിച്ച് കളയാനായിട്ട് അവർ പ്ലാൻ ഇട്ടിരുന്നു. അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ തീ പടർന്നു വരുന്നത് അവർ കണ്ടു. ഈ തീ നേരെ പടർന്നു പോകുന്നത് ആ സ്റ്റോർ റൂമിലോട്ടാണ്. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ മൈക്കിന്റെ ഡാഷ് ക്യാം ഫുട്ടേജ് അവർക്ക് നഷ്ടമാകും. അപ്പോൾ സമ്മർ ഒരു സൂത്രപ്പണി ചെയ്യുന്നു. അവളുടെ കയ്യിലുള്ള കോക്കനട്ട് വാട്ടർ ഉപയോഗിച്ച് തീ കെടുത്തുന്നു. അങ്ങനെ അവർ വേഗം പോയി ഡ്രൈവേഴ്സ് കണ്ടുപിടിക്കുന്നു. ഇതാണ് മൈക്കിന്റെ ഡാഷ് ക്യാം ഫുട്ടേജ് അടങ്ങുന്ന ഡ്രൈവർ. ഇത് നമുക്ക് കൊണ്ടുപോകാം. ടെറിയും സമ്മറും റൂമിന് പുറത്തിറങ്ങുന്നു. പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഈ തീ കത്തിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ പോലീസുകാർക്ക് സംശയമാകും. ടെറി തീ കത്തിച്ചു വിടുന്നു. തീ നേരെ പോയിട്ട് ആ റൂമിലെ ഫയൽസ് എല്ലാം കത്തിച്ചു നശിപ്പിക്കുകയാണ്. തീ പടർന്നപ്പോൾ അവിടെയുള്ള അലാറം സിസ്റ്റം ഓൺ ആകുന്നു. ഇപ്പോൾ പോലീസുകാർക്ക് അലാറം പോയി കാണും. നമുക്ക് വേഗം പോകാമെന്ന് ടെറി പറഞ്ഞു. എനിക്കൊരു കാര്യം കൂടി ചെയ്തു തീർക്കാനുണ്ട്. നീ പോകൂ, നമുക്ക് ടൗണിൽ വെച്ച് കാണാം. നീ കാർ ഓണാക്കിയിട്ട് എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് സമ്മർ ടെറിയോട് പറഞ്ഞു. അങ്ങനെ സമ്മർ അവിടെ നിന്നും പോയി. സമ്മർ നേരെ പോയിട്ട് കോർട്ട് ഹൗസിലുള്ള ഫ്രിഡ്ജ് തുറന്ന് അതിൽ നിന്നും പിങ്ക് കളറിലുള്ള ഒരു പാക്കറ്റ് പുറത്തെടുക്കുന്നു. അപ്പോഴേക്കും അവിടേക്ക് പോലീസുകാർ എത്തിയിരുന്നു. പോലീസുകാർ സമ്മറിനെ പിടിച്ച് പോലീസുകാരിൽ കയറ്റുന്നു. ഈ സമയം ടെറി കാർ സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് വരുന്നു. സമ്മറിനെ പോലീസുകാർ കയറ്റിക്കൊണ്ടുപോകുന്നത് ടെറി കണ്ടു. ആ വാഹനത്തെ ഫോളോ ചെയ്ത് ടെറി പോവുകയാണ്. ആ വാഹനം ചെന്ന് നിർത്തിയത് മറ്റൊരു പോലീസ് കാറിന്റെ അടുത്തായിരുന്നു. അവിടെ നിന്നും വീണ്ടും ആ വാഹനം മുന്നോട്ട് പോയി. ടെറി വേഗം തന്റെ വണ്ടിയെടുത്ത് അവിടെ കിടന്നിരുന്ന പോലീസ് വാഹനത്തിൽ കൊണ്ടിടിക്കുകയാണ്. ആ വണ്ടിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. അയാളെ പിടിച്ച് പുറത്തിട്ട് അയാളുടെ കഴുത്തിൽ പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലാനായിട്ട് ശ്രമിച്ചു. മര്യാദയ്ക്ക് അവളെ എങ്ങോട്ടാണ് കൊണ്ടുപോയതെന്ന് പറഞ്ഞോ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുമെന്ന് ടെറി അയാളോട് പറഞ്ഞു. ശ്വാസം കിട്ടാത്തതുകൊണ്ട് അയാൾ പറയാനായിട്ട് തയ്യാറായി. എങ്ങോട്ടാണ് അവളെ കൊണ്ടുപോയത്? നീ നിന്റെ റേഡിയോ ഡിവൈസ് എടുത്ത് നിനക്കറിയാവുന്ന ആരോടെങ്കിലും ചോദിക്കേ. അപ്പോൾ ഒരു പോലീസുകാരൻ മറുപടി കൊടുത്തു. നിനക്ക് ഞാൻ 10 സെക്കൻഡ് ടൈം തരും. അതിനുള്ളിൽ ഇത് സെറ്റിൽമെന്റ് ചെയ്യണം. എന്റെ കയ്യിൽ ആ വീഡിയോ ടേപ്പുണ്ട്, അത് നിനക്ക് തരാം. സമ്മറിനെ നീ വെറുതെ വിടണം, ടെറി അയാളോട് പറഞ്ഞു. ടെറി പറഞ്ഞനുസരിച്ച് പിറ്റേ ദിവസം പുലർച്ചെ പോലീസുകാർ സമ്മറുമായിട്ട് ഒരു വഴിയിൽ കാത്തു നിൽക്കുകയാണ്. അവരുടെ കൂടെ മറ്റ് പോലീസ് ടീം കൂടിയുണ്ട്. അപ്പോൾ ആ സമയം പോലീസ് സ്റ്റേഷനിലോട്ട് ഒരു കോൾ വരികയാണ്. പോലീസ് ചീഫ് അത് എടുത്ത് സംസാരിക്കുമ്പോൾ അത് ടെറിയാണെന്ന് മനസ്സിലാവുന്നു. എന്തൊരു അതിശയമാണ്! 2 ദിവസം മുമ്പ് വരെ ഞാനൊരു സാധാരണ സിവിലിയനായിരുന്നു. എന്നാൽ ഇപ്പോഴോ എനിക്ക് ഇതിൽ നിന്നും മാറിപ്പോകണമെന്നുണ്ട്.
പക്ഷേ എനിക്ക് കഴിയില്ല, ടെറി പറഞ്ഞു. ടെറിയുടെ കാർ ഒരു ഇരുമ്പ് പാലത്തിൽ നിൽക്കുന്നത് പോലീസുകാർ കാണുന്നു. കാറിൽ നിന്നും മാർസ്റ്റൺ എന്നു പേരുള്ള ഓഫീസർ, അതായത് ടെറിയെ ഇടിച്ചിട്ട പോലീസുകാരനാണത്. അയാൾ പതിയെ പുറത്തിറങ്ങി കാറിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. കയ്യിലുള്ള അയൺ റോഡ് ഉപയോഗിച്ച് കാറിന്റെ ഫ്രണ്ട് ഡോറിന്റെ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കുന്നു. എന്നാൽ ആ കാറിൽ ടെറി അന്ന് രാത്രി കാറിൽ നിന്നും പിടിച്ച ആ പോലീസ് ഓഫീസർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അയാളുടെ വായും കൈകളും കെട്ടിയിട്ട നിലയിലായിരുന്നു. മാർസ്റ്റൺ ഉടനെ തന്നെ റേഡിയോ കൺട്രോൾ എടുത്ത് ഇതിൽ അവനില്ല, അവൻ നമ്മളെ പറ്റിച്ചു എന്ന് പറയുന്നു. അവൻ അതിലില്ലേ? പിന്നെ എവിടെ പോയി? ചീഫ് ഓഫീസറിനോട് പോലീസുകാരൻ വിവരം അറിയിക്കുന്നു. ഈ സമയം പോലീസ് സ്റ്റേഷനിൽ ഒരു കാറിന്റെ ശബ്ദം കേട്ട് ചീഫ് തിരിഞ്ഞു നോക്കുമ്പോൾ ടെറി പോലീസ് സ്റ്റേഷന്റെ പുറത്താണ് നിൽക്കുന്നത് എന്ന് മനസ്സിലായി. സ്റ്റേഷന്റെ ലോക്കർ റൂമിന് പുറത്തുള്ള ഒരു പൈപ്പിൽ കയറ് കെട്ടി അത് വലിച്ചു പൊട്ടിക്കാനായിട്ട് അവൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ലോക്കർ റൂമിന്റെ ചുമർ തകർന്നു വീഴുന്നു. അവൻ ലോക്കർ റൂമിലോട്ട് കയറി പണമെടുക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് ചീഫ് പറഞ്ഞു. ഈ വിവരം മറ്റ് പോലീസുകാർ അറിയുന്നു. അവർ ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകാൻ തയ്യാറായി. ചീഫ് ഓഫീസർ പതിയെ കയ്യിൽ ഒരു ഗണ്ണും പിടിച്ച് ലോക്കർ റൂമിലോട്ട് പോവുകയാണ്. അവിടെ ഒളിഞ്ഞു നിന്ന ടെറി ചീഫിനെ ഷൂട്ട് ചെയ്യുന്നു. അയാളുടെ ഗണ്ണ് കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്നു. അപ്പോൾ അങ്ങോട്ട് വന്ന പോലീസുകാരി ഗൺ പോയിന്റ് ചെയ്ത് ടെറിയോട് കീഴടങ്ങാനായിട്ട് പറഞ്ഞു. ടെറി വേഗം തന്നെ ആ പെൺപോലീസുകാരുടെ ഗൺ തട്ടിപ്പറിക്കുന്നു. അത് കണ്ട ആ പോലീസുകാരി ഞെട്ടി നിന്നുപോയി. നിനക്കെന്നെ സഹായിക്കാനാകും, എന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സമ്മറിനെ രക്ഷിക്കാൻ നിനക്കാകും, ടെറി ആ പെൺപോലീസിനോട് പറഞ്ഞു. അവന്റെ കയ്യിലുള്ള മെമ്മറി കാർഡുകൾ പെൺപോലീസിന്റെ കയ്യിൽ അവൻ ഏൽപ്പിച്ചു. ആ സമയം മറ്റു പോലീസുകാർ സ്റ്റേഷനിൽ എത്തിയിരുന്നു. എന്റെ പുതിയ ഡീൽ ഇതാണ്, എന്നെയും സമ്മറിനെയും സ്റ്റേറ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതുവരെ ഒന്നും ചെയ്യാൻ നോക്കരുത്. എന്തെങ്കിലും മണ്ടത്തരം കാണിച്ചാൽ ഇവിടെയുള്ള മറ്റ് എവിഡൻസ് എല്ലാം ഞാൻ തീയിട്ട് നശിപ്പിക്കും, ടെറി അയാളോട് പറഞ്ഞു. അങ്ങനെ അവിടെയുള്ള പണവും മറ്റ് തൊണ്ടിമുതലുമൊക്കെ എടുത്ത് സ്റ്റേഷന്റെ നിലത്തിട്ട് കെരോസിൻ ഒഴിച്ച് കത്തിക്കാനായിട്ട് ടെറി നോക്കുകയാണ്. അപ്പോൾ ആ പെൺ പോലീസ് ഗണ്ണുപയോഗിച്ച് ടെറിയെ ഭീഷണിപ്പെടുത്തി. ഞാൻ അവനെ പിടിച്ചിട്ടുണ്ട്, ഇപ്പോൾ പുറത്തു വരാമെന്ന് റേഡിയോ കമ്മ്യൂണിക്കേഷൻ വഴി അറിയിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും പുറത്തിറങ്ങി. ടെറിയോട് അവന്റെ ബാഗ് താഴെയിടാനായിട്ട് പറഞ്ഞു. പുറത്തുള്ള പോലീസുകാരൻ കോർട്ട് ഹൗസിൽ നിന്നും മോഷ്ടിച്ച മെമ്മറി കാർഡുകൾ എവിടെയാണെന്ന് ചോദിച്ചു. ആ പെൺ പോലീസുകാരി അയാൾക്ക് മെമ്മറി കാർഡുകൾ കൊടുത്തു. അത് വാങ്ങി അയാൾ നിലത്തിട്ട് ചവിട്ടി നശിപ്പിച്ചു കളഞ്ഞു. സമ്മർ എവിടെയാണെന്ന് ടെറി ചോദിച്ചു. അവൾ കാറിന്റെ ബാക്ക് സീറ്റിൽ സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. ഞാൻ കൊടുത്ത ഡോസേജ് അല്പം കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്, ആ പോലീസുകാരൻ പറഞ്ഞു. നിനക്കിനി രക്ഷയില്ല എന്ന് പറഞ്ഞ് ആ ഓഫീസർ ടെറിയെ ഷൂട്ട് ചെയ്യാനായിട്ട് റെഡിയായി. അപ്പോഴേക്കും കൂടെയുള്ള പോലീസുകാരൻ, അതായത് മാർസ്റ്റൺ, നീ എന്താണ് ചെയ്യുന്നത്? ടെറി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് നിൽക്കുന്നത് എന്ന് കണ്ടില്ലേ, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ എന്ന് ചോദിച്ചു. ഇവർ ഇപ്പോൾ നമുക്കൊരു തലവേദനയാണ്, ഇവരെ കൊന്നുകളഞ്ഞാൽ നമ്മുടെ സർവീസ് റെക്കോർഡ് വളരെ ക്ലീൻ ആയിരിക്കും, ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാകില്ല, അയാൾ പറഞ്ഞു. എന്നാൽ ഇതിന് മാർസ്റ്റൺ തയ്യാറായില്ല. അവർ തമ്മിൽ ഒരു വാക്കേറ്റം ഉണ്ടാകുന്നു. അതിന്റെ ഇടയിൽ ചീഫ് ഓഫീസർ വന്ന് മാർസ്റ്റന്റെ കാലിൽ വെടിവെക്കുന്നു. വേദന കാരണം അയാൾ നിലത്ത് വീഴുന്നു. സോറി, എനിക്ക് വേറെ വഴിയില്ല, നിന്റെ പരിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ ശരിയാകും, തിരിച്ച് നിനക്ക് ഡ്യൂട്ടിയിലോട്ട് കയറാം, പിന്നെ സാലറി ഡബിൾ ആയിട്ട് നിനക്ക് തരാം, അയാൾ പറഞ്ഞു. പക്ഷേ സാർ, അയാളുടെ പരിക്ക് സാരമാണ്, നല്ല പോലെ ചോര പോകുന്നുണ്ട്, അയാളുടെ കാലിലെ ഞരമ്പെന്തോ പൊട്ടിയെന്നാണ് തോന്നുന്നത്, പോലീസുകാരിൽ ഒരാൾ പറഞ്ഞു. ഓ, ഇത് വലിയ തലവേദനയായല്ലോ, ആരും മെഡിക്കൽ എമർജൻസി വിളിക്കരുത് എന്ന് ചീഫ് പറഞ്ഞു. നിങ്ങൾ ഇവിടെ നടന്നത് കണ്ടില്ലേ, നമ്മളൊന്നും അവനെ ചെയ്തിട്ടില്ല, ഇതിനെല്ലാം കാരണം ടെറിയാണെന്ന് അയാൾ പറഞ്ഞു. ടെറി വേഗം മാർസ്റ്റനെ വലിച്ചിഴച്ച് ഒരു കാറിന്റെ മറവിൽ കൊണ്ടുപോകുകയാണ്. പോലീസുകാർ ടെറിയെ വെടിവെക്കുന്നു. എന്നാൽ അതിൽ നിന്നും രക്ഷപ്പെട്ട് കാറിന്റെ ഇടയിൽ മറഞ്ഞു നിന്നു. ടെറി അവന്റെ കയ്യിലുള്ള ഗ്യാസ് ബോംബ് എടുത്ത് എറിയുകയാണ്. ഒരു സേഫ്റ്റിക്കു വേണ്ടി പോലീസ് സ്റ്റേഷനിൽ നിന്നും എടുത്ത് ബാഗിലിട്ടതാണ്. അതെല്ലാം എടുത്ത് പോലീസുകാർക്ക് നേരെ എറിഞ്ഞു. സമ്മറിന് ഇപ്പോൾ സഹായം വേണം, നിനക്ക് സഹായിക്കാൻ പറ്റുമോ, ടെറി പോലീസുകാരനോട് ചോദിച്ചു. ഡ്രൈവർ കൺസോളിന്റെ മുകളിലായിട്ട് ഒരു ഡിസ്കോ ലൈറ്റ് ഉണ്ട്, അതായത് ബ്ലൂ ആൻഡ് റെഡ് കത്തുന്ന ഒരു ലൈറ്റ്. ആ സ്വിച്ച് ഓൺ ആക്കിയാൽ അവിടെയുള്ള ഡാഷ് ക്യാം ഓൺ ആകും. പക്ഷേ നിനക്ക് 2 മിനിറ്റ് മാത്രമേ സമയം ലഭിക്കുകയുള്ളൂ. ടെറി ഒരു ടിയർ ഗ്യാസ് ബോംബ് എറിഞ്ഞിട്ട് പതിയെ കാറിന്റെ മറവിൽ നിന്നും പോകുന്നു. കയ്യിലുള്ള ഷോട്ട് ഗണ്ണ് ലോഡ് ചെയ്ത് ഒരു മാസ് നടത്തമാണിനി. കയ്യിലുള്ള ഷോട്ട് ഗൺ എടുത്ത് എതിരെ വന്ന പോലീസുകാരനെ നേരെ എറിഞ്ഞ് അയാളെ പിടിച്ച് നിലത്ത് മറിച്ചിടുന്നു. പിന്നെ അവിടെ നടക്കുന്നത് അടിയും ഇടിയും വെടിയും പുകയുമാണ്. അങ്ങനെ ടെറി വേഗം ഓടി പോലീസ് കാറിൽ കയറിയിട്ട് അവിടെയുള്ള കാറിന്റെ റൂഫ് ലൈറ്റ് ഓൺ ആക്കുന്നു. അങ്ങനെ ഡാഷ് ക്യാം റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആകുകയാണ്. ആ കാർ എടുത്ത് ടെറി അവിടെ നിന്നും സ്പീഡിൽ പോയി. ആ കാറിന്റെ പിറകെ പോകാനായിട്ട് ചീഫ് ഓർഡർ ഇടുന്നു. ടെറി വേഗം ആ കാർ എടുത്ത് പരിക്കേറ്റ പോലീസുകാരന്റെ അടുത്ത് നിർത്തി അതിൽ നിന്നും ഇറങ്ങി. ബാക്ക് ഡോർ തുറന്ന് ഒരു ചെറിയ പേഴ്സ് എടുത്ത് അതിൽ നിന്നും ഒരു ചെറിയ ഉപകരണം എടുത്ത് സമ്മറിന്റെ മൂക്കിൽ വെച്ച് കൊടുക്കുന്നു. അവൾ കോൺഷ്യസ് ആകാൻ ഇനിയും കുറച്ച് സമയമെടുക്കും, അതിനുള്ളിൽ നമുക്ക് പോകണം എന്ന് മാർസ്റ്റൺ ടെറിയോട് പറഞ്ഞു.
അവർ അങ്ങനെ കാറിൽ കയറി പോകാൻ നിൽക്കുമ്പോഴാണ് ആ വെറുപ്പീരി പോലീസുകാരൻ വീണ്ടും വന്ന് അവർ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ തോക്കിൽ ഉണ്ടയില്ലായിരുന്നു. ആ പോലീസുകാരൻ ടെറിയെ കയറി പിടിച്ചു. ടെറി കാറെടുത്ത് മുന്നിലോട്ട് പോയി. ആ പോലീസുകാരൻ കാറിൽ തൂങ്ങിയാണ് പോകുന്നത്. അയാളുടെ കയ്യിലുള്ള അയൺ റോഡ് എടുത്ത് ബാക്ക്ഡോർ വിൻഡോ അടിച്ചു തകർക്കുന്നു. ശബ്ദം കേട്ട് എണീറ്റ സമ്മർ ആ പോലീസുകാരനെ ഉന്തി താഴോട്ടിടുന്നു. ചീഫ് ഓഫീസർ അപ്പോഴേക്കും മറ്റു പോലീസുകാരോട് ഇവിടെ നിന്നും ഒരുത്തൻ രക്ഷപ്പെട്ടോടിയിട്ടുണ്ട്, എല്ലാവരും അവനെ പിടിക്കാൻ അലേർട്ടായിട്ട് നിൽക്കണമെന്ന് അറിയിച്ചു. ടെറി കാർ വേഗം തന്നെ ഹൈവേയിലോട്ട് കയറ്റി. മാർസ്റ്റൺ പറഞ്ഞു, ചീഫ് നിന്നെ ഷൂട്ട് ചെയ്യുന്നത് ക്യാമറയിൽ റെക്കോർഡായിട്ടുണ്ട്, അത് സേഫ് ആക്കി വെക്കണം. അയാൾക്ക് എതിരെയുള്ള തെളിവാണിത്. ഈ സമയം ഹൈവേ പോലീസുകാർ അവരുടെ വാഹനത്തിന് പിന്നിലെത്തുന്നു. അവരുടെ കാറിലുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഓൺ ചെയ്തപ്പോൾ അവർ പറയുന്ന കോഡ് അവർ കേൾക്കുകയാണ്. ചീഫിന്റെ കാർ അങ്ങോട്ടേക്ക് വേഗം പാഞ്ഞു വന്നു. ജെസിക്ക, അതായത് ആ പെൺ പോലീസുകാരിയോട് ചീഫ് അവരുടെ വാഹനത്തെ ഇടിച്ചിടാനായിട്ടുള്ള നിർദ്ദേശം നൽകുന്നു. ഇത് കേട്ട ടെറിയും കൂട്ടരും സീറ്റ് ബെൽറ്റ് ഇട്ട് റെഡിയായിട്ടിരുന്നു. ജെസിക്കയുടെ കാർ അവരെ പാസ് ചെയ്ത് മുന്നിലോട്ട് പോയി. ചീഫ് ഓഫീസറിന്റെ കാറിനെ ഇടിച്ചിടുന്നു. അപ്പോൾ റേഡിയോ വഴി ഒരു കാര്യം പോലീസുകാർ അറിയിക്കുകയാണ്. 10:59 എന്ന കോഡ് ആക്ടിവേറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്താണ് ഈ 10:59? ടെറി മാർസ്റ്റനോട് ചോദിച്ചു. അതൊരു എസ്കോർട്ട് ചെയ്യാനുള്ള കോഡാണ്. സ്റ്റേറ്റ് പോലീസുകാർ നമ്മളെ എസ്കോർട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. നമ്മളിപ്പോൾ സേഫാണ്. നമ്മൾ 2 മിനിറ്റിനുള്ളിൽ സ്റ്റേറ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തുമെന്ന് ഒരു പോലീസുകാരൻ റേഡിയോ വഴി അവരെ അറിയിച്ചു. ചീഫിനെ മറ്റു പോലീസുകാർ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായി. അവർക്ക് കിട്ടേണ്ട നീതി ഇനി അധികം ദൂരത്തല്ല എന്ന് മനസ്സിലാക്കിയ അവർക്ക് സങ്കടവും സന്തോഷവും കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുന്നുപോയി. അങ്ങനെ അവർ പോലീസിന്റെ സഹായത്തോടുകൂടി എമർജൻസി ഹോസ്പിറ്റലിൽ എത്തുന്നു. ഹോസ്പിറ്റലിൽ എത്തിയ ടെറി വേഗം തന്നെ സമ്മറിനെടുത്ത് ഹോസ്പിറ്റലിന്റെ ഉള്ളിലോട്ട് കയറി അവിടെയുള്ള ഒരു സ്ട്രെച്ചറിൽ കിടത്തുന്നു. അവിടെ ചുമരിൽ വെച്ചിരുന്ന ഒരു ചുറ്റികയെടുത്ത് കാറിലോട്ട് പോയി ഡിക്കി ഓപ്പൺ ആക്കിയിട്ട് അതിലെ ക്യാമറ സിസ്റ്റം ചുറ്റിക ഉപയോഗിച്ച് പൊട്ടിച്ചെടുക്കുന്നു. അതും കയ്യിൽ പിടിച്ച് ടെറി ഹോസ്പിറ്റലിനുള്ളിൽ വന്ന് അവിടെ വെച്ചിരുന്ന ഒരു ബെഞ്ചിൽ ഇരുന്ന് സമാധാനത്തോടെ കണ്ണടച്ച് ഇരിക്കുന്നു. അങ്ങനെ മൂവി അവസാനിക്കുകയാണ്. തനിക്ക് കിട്ടേണ്ട നീതി കിട്ടാനായിട്ട് ഏതറ്റം വരെ പോകാനും ടെറി തയ്യാറാവുകയാണ്. എത്രയൊക്കെ മറച്ചു വെച്ചാലും സത്യം ഒരു നാൾ ഇരുട്ടിൽ നിന്നും പുറത്തുവരും. തന്റെ മുന്നിൽ നിൽക്കുന്നത് എത്ര വലിയ ആളാണെങ്കിലും സത്യവും മനക്കരുത്തും തന്റെ കൂടെയുണ്ടെങ്കിൽ നിലംപരിശമാകുമെന്ന് ഈ മൂവി തെളിയിക്കുകയാണ്. സോ ആക്ഷൻ സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരു തവണയെങ്കിലും ഈ മൂവി കണ്ടിരിക്കണം. നെറ്റ്ഫ്ലിക്സിൽ ഈ മൂവി ഇപ്പോൾ ലഭ്യമാണ്. അപ്പോൾ മറ്റൊരു മൂവിയുടെ വിവരണവുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.